Good morning, dear students. We have already learned ledger account preparations. You have prepared a few ledger accounts by yourself, so you know how to prepare ledger accounts. So before moving on to further problems on ledger account preparation, we need to know about two aspects, that are trade discount and cash discount. So today our discussion is going to be on the discount aspect, most specifically trade discount and cash discount. We will see when trade discount is given, when cash discount is given, what does it refer to, what does it mean, how are they getting impacted in the journal entries and all that. Okay, so let's see the portion. So trade discount and cash discount is our portion for today. So basically what is called by discount? Discount is a term which is very familiar to all of you. You don't have to be an accounting student, a commerce student to know about discount because എന്താ പറയുക, മലയാളികൾ we are very famous for our consumerism, especially during the discount sales. ഇപ്പോൾ പിന്നെ ഈ ഒരു ഓൺലൈൻ ട്രേഡൊക്കെ വന്നതിൽ പിന്നെ മലയാളികളിൽ നിന്ന് മാത്രമില്ല, നമുക്കറിയാം ബിഗ് ബില്യൺ സെയിലൊക്കെ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ. സോ അപ്പോഴൊക്കെ എത്ര കോടിക്കണക്കിന് രൂപയുടെ സെയിലാണ് ആ ഒരു 3 days കൊണ്ടൊക്കെ നടക്കുക അല്ലേ. സോ വാട്ട് അട്രാക്ട്സ് ദ പീപ്പിൾ ഈസ് ബേസിക്കലി ദ ഡിസ്കൗണ്ട്. സോ ആ ഒരു ഡിസ്കൗണ്ടാണ് നമുക്ക് കൂടുതലും പരിചയമുള്ളത്. ആൻഡ് ആ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ ദ പ്രൈസ്. എന്താണ് ഒരു ലിസ്റ്റ് പ്രൈസ്, ഒരു കാറ്റലോഗ് പ്രൈസ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഓഫർ പ്രൈസ് ഓർ സെല്ലിംഗ് പ്രൈസ്, ഇതെല്ലാം സെയിം മീനിങ് തന്നെയാണ്. സോ ആ ഒരു പ്രൈസിലുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, പ്രൈസിലുള്ള ഒരു റിഡക്ഷൻ, ഒരു കൺസെഷൻ, അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, സോ നോർമലി അത് തരുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞത് ഒരു സെല്ലിംഗ് പ്രൈസ് അല്ലേ, അത് തന്നെയാണ് ഓഫർ പ്രൈസ്, കാറ്റലോഗ് പ്രൈസ്, ഇൻവോയ്സ് വേണ്ട, കാറ്റലോഗ് പ്രൈസ്, ലിസ്റ്റ് പ്രൈസ് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ആരായിരിക്കും ഈ ഡിസ്കൗണ്ട് തരിക? തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് തരുന്നത് സെല്ലറാണ്. ഡിസ്കൗണ്ട് കിട്ടുന്നത് ബയർക്കാണ്, പർച്ചേസർക്കാണ് അല്ലേ. സോ ദ സെല്ലർ ഇഷ്യൂസ് ദ ഡിസ്കൗണ്ട് ഓർ ദ സെല്ലർ ഗ്രാൻസ് ദ ഡിസ്കൗണ്ട് ആൻഡ് ദ ബയർ ഓർ ദ പർച്ചേസർ ഈസ് ദ റെസിപ്പിയൻറ്റ് ഓഫ് ദ ഡിസ്കൗണ്ട്. ആൻഡ് ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. സോ എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്, എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണുക. ഓക്കെ, സോ ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ, ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് അല്ലേ ട്രേഡ് എന്ന് പറയാം. സോ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ദ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, സോ ഒരു സെയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ബയർ സെല്ലർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള സ്ഥലത്താണ് ട്രേഡ് ഡിസ്കൗണ്ട് വരിക. ആൻഡ് ഒരു മിയർ സെയിൽ അല്ല, അല്ലെങ്കിൽ മിയർ പർച്ചേസ് അല്ല. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് എ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ബൾക്ക് പർച്ചേസസ്. കുറേ വാങ്ങുമ്പോൾ, ബൾക്കായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന എന്താ ഡിസ്കൗണ്ടാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുക. സോ അത് ആർക്കായിരിക്കും കൊടുക്കുക? നമ്മളൊന്നും പോയി ബൾക്കായിട്ട് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. വി ആർ അറ്റ് ദ കൺസ്യൂമിങ് എൻഡ്, അറ്റ് ദ ഡെഡ് എൻഡ്, ലാസ്റ്റത്തെ എൻഡ് കൺസ്യൂമറാണ് നമ്മളെന്ന് പറയുക. സോ ബൾക്കായിട്ട് വാങ്ങുന്ന ആരായിരിക്കും? നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങുന്നത് അവരാണ് ബൾക്കായിട്ട് വാങ്ങുക അല്ലേ. അവിടെയാണ് നിങ്ങൾ ഹോൾസെയിലർ, റീറ്റെയിലർ എന്നൊക്കെയുള്ള ആ ടേംസ് ഒക്കെ ഓർത്ത് വെക്കേണ്ടത്. ഹോൾസെയിലർ, റീറ്റെയിലർ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ഹോൾസെയിലറുടെ കയ്യിൽ നിന്നാണ് റീറ്റെയിലർക്ക് ഈ ഗുഡ്സ് ഒക്കെ കിട്ടുക. ഇപ്പം നമ്മൾ പോകുന്ന ഈ ഷോപ്സ് എന്നൊക്കെ പറയുന്നത് റീറ്റെയിലേഴ്സ് ആണ്, അവരിൽ നിന്നാണ് നമ്മൾ വാങ്ങുക. സോ റീറ്റെയിലേഴ്സ്, ഇപ്പം നമ്മളൊരു ബുട്ടീക്കിൽ പോയി ഒരു സൽവാർ, ലേഡീസ് ആയതുകൊണ്ട് നാച്ചുറലി അതേ വരുള്ളൂ, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ഒരു ബുക്ക് എന്നൊക്കെ വാങ്ങുമ്പോൾ ആ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു ബുക്ക് അല്ലെങ്കിൽ സ്റ്റേഷനറി എന്നൊക്കെ പറയുന്നത് നമുക്ക് തരുന്ന ഷോപ്സ് ആരാണോ അവരാണ് റീറ്റെയിലേഴ്സ്. അവരൊരു സൽവാറോ 5 സൽവാറോ ഒക്കെ എടുത്ത് വെച്ചാണോ വിൽക്കുക? ഒരിക്കലും അല്ല അല്ലേ. ഒരു ബുക്കാണോ വാങ്ങുക? ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ജേസൺ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ പള്ളിക്കവലയിലെ ആ ഒരു പുതിയ ഷോപ്പിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ബുക്സ് തന്നെ എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ. റൂൾഡ് ഉണ്ട്, അൺറൂൾഡ് ഉണ്ട്, പല പേജസിൻ്റെ ഉണ്ട്, പല ബൈൻഡിങ് ഉള്ളതുണ്ട്. സോ അവരതെല്ലാം കൂട്ടമായിട്ട് മേടിച്ച് വെക്കുക ചെയ്യാം. അങ്ങനെ അവർ കൂട്ടമായിട്ട് വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, അതാണ് ഇവിടെ അലൗഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുക. അത് ഏതിലാണ് കൊടുക്കുക? നമ്മൾ പറഞ്ഞതുപോലെ കാറ്റലോഗ് പ്രൈസ്, ലിസ്റ്റ് പ്രൈസ്, ഓഫർ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ പറയുന്ന ആ ഒരു എമൗണ്ടിലാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ബില്ല് തരുമ്പോൾ അവർ ആ ബില്ലും കൂടി ആ എമൗണ്ടോടെ ചേർത്തിട്ടുള്ള ബില്ലാണോ തരിക? അല്ല, അവർ ആ റീറ്റെയിലേഴ്സിന് കൊടുക്കുമ്പോൾ അവരത്
കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ബില്ലിൽ കാണിക്കുക. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി കുറേ ഷോപ്പ് ചെയ്തെന്ന് ഓർത്തു, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിൽ പലപ്പോഴും അവർ നമുക്കൊരു ഡിസ്കൗണ്ട് തരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് തരാറുണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 980 എന്നൊക്കെ ആണെങ്കിൽ അവരത് 950 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് ഒരു വട്ടാക്കിയിട്ട് തരും ബില്ലിൽ, അല്ലേ? സോ ബില്ലിലുള്ള എമൗണ്ട് എത്രയാണ്? 950 ആണ് വരിക. അതുപോലെ ആ ബില്ലിൽ തന്നെ ആ എമൗണ്ട് കാണിക്കുന്നുണ്ടാവും, ആ ഡിസ്കൗണ്ടും കൂടി കഴിഞ്ഞിട്ടുള്ള തുകയാണ് ബില്ലിൽ കാണിക്കുക. സോ ദ ഇൻവോയ്സ് ആണ് ബില്ലെന്ന് പറയുക. സോ ദ ഇൻവോയ്സ് ഷോസ് ദ എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ട്രേഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇൻവോയ്സിലുള്ളത് അല്ലെങ്കിൽ ബില്ലിലുള്ളത് ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള തുക ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. കാരണം നമ്മൾ പഠിച്ചിരുന്നു ദെയർ ഷുഡ് ബി സോഴ്സ് ഡോക്യുമെന്റ് ഫോർ ഈച്ച് ആൻഡ് എവറി എൻട്രി. സെക്കൻഡ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ചുമ്മാ കഥ എഴുതാൻ നമുക്ക് പറ്റില്ല ജേർണൽ എൻട്രിയിൽ. ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്യുമെന്റ്സ്, വെരിഫയബിൾ പ്രൂഫ്, അല്ലേ? അപ്പോൾ ബില്ലിലുള്ള തുക 950 ആണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനും എത്രയേ പറ്റുള്ളൂ? 980 എന്ന് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ 1000 എന്ന് എഴുതാൻ പറ്റില്ല. നമുക്ക് എത്ര എഴുതാൻ പറ്റുള്ളൂ? 950 എന്നാണ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുക. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഓൺ ദ ഇൻവോയ്സ് പ്രൈസ്, invoice itself, and only the net amount is shown and recorded. അത് കഴിഞ്ഞിട്ട് net amount means the amount after deducting trade discount will be shown in the books of accounts and also in the invoice. Okay, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പറയാനായിട്ടാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ആസ് ഇറ്റ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ആസ് ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഇൻ ദ ഇൻവോയ്സ് ഇറ്റ് സെൽഫ്, ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ആസ് എൻ എക്സ്പെൻസ് ടു ദ സെല്ലർ. ഓക്കെ, അതൊരു എക്സ്പെൻസ് എന്ന് കൺസിഡർ ചെയ്യില്ല, ആസ് ഇറ്റ് ഈസ് നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ആസ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണാം. എന്താണെന്ന് വെച്ചാൽ സോൾഡ് ഗുഡ്സ് വർത്ത് ₹10,000 to B at a trade discount of 10%. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരിക. അല്ലെങ്കിൽ അറ്റ് എ ട്രേഡ് ഡിസ്കൗണ്ട് എന്നൊരു വാക്ക് അവിടെ കാണും, ഒരു പെർസെൻറ്റേജ് കാണും. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് സെയിൽസ് ഈസ് ₹10,000. ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് 10%, ആൻഡ് ദ ഡിസ്കൗണ്ട് നേച്ചർ ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്, അല്ലേ? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് അവിടെ തന്നിട്ടുണ്ട്. ഇനി ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്യുക? പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 10% ഓഫ് 10,000, ദാറ്റ് ഈസ് ₹1,000. ഈ 1000 എന്ന് പറയുന്നത് എന്താ? 1000 ഈസ് 10%, അല്ലേ? 10% ഓഫ് 10,000 rupees ആണ് ഇവിടെ ₹1,000 ഡിസ്കൗണ്ട് എന്ന് പറയുക. സോ അപ്പോൾ ഇവിടെ ഇൻവോയ്സിൽ കാണിക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും? 10,000 ഇനി കാണിക്കുമോ? ഇല്ല. 10,000 മൈനസ് 1,000, 9,000 rupees ഉള്ളൂ ഇൻവോയ്സിൽ കാണിക്കുകയുള്ളൂ. ആൻഡ് ദിസ് 9,000 rupees ഇസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ബി. പെയ്ഡ് ബൈ ബി എന്ന് പറയുന്ന ആര്? ബി ആണ് ഇവിടുത്തെ പർച്ചേസർ. സോ ബി എക്ക് കൊടുക്കാനുള്ള തുക എന്ന് പറയുന്നത് ഇനി എത്രയേ ഉള്ളൂ? 9,000 rupees ഉള്ളൂ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ദ എൻട്രി വുഡ് ബി, എ എഴുതുന്ന എൻട്രി എങ്ങനെയായിരിക്കും? ബീസ് അക്കൗണ്ട് ഡേറ്റർ 9,000 ടു സെയിൽസ് അക്കൗണ്ട് 9,000. എയുടെ ബുക്കിൽ വരുന്ന എൻട്രി എന്ന് പറയുന്നത് ബി ആരാണോ പർച്ചേസർ, ഇതിവിടെ ക്യാഷ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ, ക്രെഡിറ്റ് സെയിൽ എന്നാണ് അസ്യൂം ചെയ്യുക. അതുകൊണ്ടാണ് ബീസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. എത്ര റുപ്പീസിന്? 9,000 rupees ടു സെയിൽസ് അക്കൗണ്ട് 9,000. ബിയുടെ ബുക്കിൽ എങ്ങനെയായിരിക്കും വരിക? ബിയുടെ ബുക്കിൽ പർച്ചേസസ് അക്കൗണ്ട് ഡേറ്റർ ₹9,000 ടു എയ്സ് അക്കൗണ്ട് 9,000. അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് എഴുതിയേക്കാം. ബിയുടെ ബുക്കിൽ എങ്ങനെ വരും? ടു പർച്ചേസ് അക്കൗണ്ട് ഡേറ്റർ ടു എയ്സ് അക്കൗണ്ട് എന്നാണ് ആരുടെ ബുക്കിൽ വരിക? ബിയുടെ ബുക്കിൽ വരിക. ആൻഡ് എയുടെ ബുക്കിൽ വരുന്ന എൻട്രി ബീസ് അക്കൗണ്ട് ഡേറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. പക്ഷെ രണ്ടിടത്തും കാണിക്കുന്ന തുക എത്രയായിരിക്കും? രണ്ടിടത്തും കാണിക്കുന്ന തുക 9,000 ആകാൻ പാടുള്ളൂ, ബിക്കോസ് ദാറ്റ്സ് ദ എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ട്രേഡ് ഡിസ്കൗണ്ട്. സോ നോട്ട് for you is amount after deducting trade discount will be shown in the books. എൻട്രിയുടെ ഭാഗമായിട്ട് what we will be recording as part of the entry would be the amount after deducting or lessing or reducing the amount of trade discount. Here it is 1,000. Okay, I hope the portion is clear. Now moving on to ക്യാഷ് ഡിസ്കൗണ്ട്, വിച്ച് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ഇറ്റ്. ക്യാഷ് ഡിസ്കൗണ്ടിൽ പറയാനാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സെല്ലർ ടു ദ പർച്ചേസർ. ഇറ്റ് ഈസ് അലൗഡ് ബൈ ദ സെല്ലർ ടു ദ പർച്ചേസർ. അതിന് മാറ്റമൊന്നുമില്ല. അലൗഡ് ബൈ ദ സെല്ലർ ടു ദ പർച്ചേസർ മാറ്റമൊന്നുമില്ല. അലൗഡ് ഡ്യൂറിങ് എ ക്രെഡിറ്റ് സെയിൽ, അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക.
ഇറ്റ് ഈസ് അലൗഡ് ഡ്യൂറിങ് എ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിലിൻ്റെ സമയത്താണ് എന്ത് നടക്കുക, ഈ പറയുന്ന ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സെല്ലർ ടു ദ പർച്ചേസർ, വിച്ച് ഈസ് ദ സെക്കൻഡ് തിങ് യു ഹാവ് ടു റിമെമ്പർ. ഇറ്റ് ഈസ് അലൗഡ് ഓൺ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ, purchaser, whatever be the amount to be paid by the purchaser to the seller. Total amount to be paid by the purchaser or the buyer to the seller. ആ ടോട്ടൽ എമൗണ്ടിലാണ് എന്ത് കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക. ഓക്കെ, എത്ര രൂപയാണോ ബയർ സെല്ലർക്ക് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് സെയിലിൻ്റെ ഭാഗമായിട്ട്, അതിലാണ് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് an expense to the seller. It is an expense to the seller and income ടു ദ ബയർ. അതാണ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് എൻ എക്സ്പെൻസ് ടു ദ സെല്ലർ ആൻഡ് ഇൻകം ടു ദ ബയർ. ട്രേഡ് ഡിസ്കൗണ്ട് ആർക്കും ഇൻകോ എക്സ്പെൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ദ പർച്ചേസർ, ആ എമൗണ്ടിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും കൂടി കുറച്ചേ ആർക്ക് കിട്ടുന്നുള്ളൂ, സെല്ലറിന് കിട്ടുന്നുള്ളൂ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ടു ദ സെല്ലർ. അതേസമയം പർച്ചേസർക്ക് ലാഭമായി പോയി. ഓക്കെ, അയാൾ 1000 രൂപ കൊടുക്കണമായിരുന്നു, ഇനി 1000 കൊടുക്കണ്ട. അപ്പോൾ അതായത് എന്താണ്, അയാൾക്ക് അതൊരു ലാഭമാണ്. ദാറ്റ് ഈസ് an income for him and expense to the seller. ഇവിടെ സെല്ലർ എന്ന് പറയുന്ന ആളാണ് ആര്, ക്രെഡിറ്റർ അല്ലേ. ബയർ ഡെറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം, സെല്ലറാണ് ക്രെഡിറ്റർ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മൂവിങ് ഓൺ ടു ദ ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ടു എൻകറേജ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. എന്തിനാ സെല്ലർക്ക് വട്ടാണോ ഇങ്ങനെ ക്യാഷ് കൊടുക്കാനായിട്ട്, ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട്? അല്ല, സെല്ലർ ഡസ് ദിസ് ഓർ സെല്ലർ ഗീവ്സ് അവേ ദ ഡിസ്കൗണ്ട് സോ ദാറ്റ് ദ ബയർ ഈസ് എൻകറേജ് ടു മേക്ക് പേയ്മെൻറ്റ്. ബയർ എന്താണെങ്കിലും തരുന്നില്ല. എനിക്ക് 1000 രൂപ കിട്ടാതിരിക്കുന്നതാണോ നല്ലത്, അതോ ഒരു 50 രൂപ എനിക്ക് നഷ്ടപ്പെടുന്നതാണോ നല്ലത്? മറ്റാണ് 1000 രൂപ നഷ്ടപ്പെടുന്നതാണ്, 50 രൂപ നഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ. സോ അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അങ്ങ് ഈടാക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് കൊടുക്കുക, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുക. സോ 1000 കിട്ടേണ്ടതായിരുന്നു, ഒന്നും കിട്ടാത്തതിലും നല്ല അല്ലേ എനിക്ക് 900 or 850 കിട്ടുന്നത് എന്നുള്ളത്. സോ ആസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ടു ദ സെല്ലർ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ആസ് ഇറ്റ് ഈസ് എൻ ഇൻകം ടു ദ പർച്ചേസർ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് വെൽ. അതായത് ഒരാൾക്ക് ഇൻകോ ഒരാൾക്ക് എക്സ്പെൻസോ ആയതുകൊണ്ട് ഇത് രണ്ടുപേരുടെ ബുക്കിൽ വരും. ട്രേഡ് ഡിസ്കൗണ്ട് വരുന്നില്ലായിരുന്നു ബുക്സിൽ, ബട്ട് ക്യാഷ് ഡിസ്കൗണ്ട് has to be shown in the books of accounts. Okay, now moving on to an example. A sold goods worth rupees 1000 to be on credit. When payment is received, discount of rupees 50 was allowed to be. ഇത് പല രീതിയിൽ പറയും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് വേഗം മനസ്സിലാകാനായിട്ട് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടേ ഉള്ളൂ. ഇത്രയും ഒന്നും ഡീറ്റെയിൽസ് ഒരു പക്ഷേ തരില്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം. അത് നമുക്കിനി വഴിയെ കാണാം. ഓക്കെ, സോ ടോട്ടൽ 1000 റുപ്പീസിൻ്റെ സെയിലാണ് നടന്നത്. ഓക്കെ, 1000 റുപ്പീസിൻ്റെ സെയിൽ നടന്നു, എ ബിക്കാണ് കൊടുത്തത്. ടോട്ടൽ ₹50യുടെ ഡിസ്കൗണ്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്, എ ബിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് എ സെല്ലറാണ്, ക്രെഡിറ്ററാണ്, ബി ബയറാണ്, പർച്ചേസറാണ്. ബി എക്ക് ക്യാഷ് കൊടുക്കാനുണ്ട് 1000 റുപ്പീസ്, പക്ഷെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, എ ഈസ് ഗ്രാൻറ്റിംഗ് ഹിം എ ഡിസ്കൗണ്ട് ഓഫ് ₹50. ആ 50 റുപ്പീസ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ വരും എന്ന് കാണാം നമുക്ക്. പേയ്മെൻറ്റ് നടത്തുമ്പോഴാട്ടോ കൊടുക്കുക, അല്ലെ പേയ്മെൻറ്റ് നടത്താനായിട്ട് കൊടുക്കുന്നു, പേയ്മെൻറ്റ് നടത്തുമ്പോൾ കൊടുക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. സോ എയുടെ ബുക്കിൽ എങ്ങനെയാണ് എൻട്രി വരിക എന്ന് ചോദിച്ചാൽ, എക്ക് കിട്ടുകയാണ് ചെയ്യുക അല്ലെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്രയേ കിട്ടുന്നുള്ളൂ, 1000 കിട്ടുന്നില്ല, 950. പ്രത്യേകം ഓർക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 950, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 50. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് എഴുതിയാൽ മതി, പക്ഷെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാം ഡിസ്കൗണ്ട് അലൗഡ്. വൈ? ബിക്കോസ് എ ഇസ് ദ പേഴ്സൺ അലവിങ് എ ഡിസ്കൗണ്ട്. So in A's books we will record it as discount allowed. Okay, discount allowed to B's account. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, ബിയുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ 1000 ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്തിനാ 1000 ക്രെഡിറ്റ് ചെയ്യുന്നത്, അവർ 1000 തരുന്നില്ലല്ലോ എന്നൊന്നും ചിന്തിച്ചേക്കരുത്. 1000 അവർ തരേണ്ടതായിരുന്നല്ലോ, നമ്മളിത് സെറ്റിൽ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന എൻട്രി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. എയുടെ ബുക്കിൽ പാസ് ചെയ്തിരിക്കുന്ന എൻട്രി എന്തായിരിക്കും, ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നൊരു എൻട്രിയാണ് നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എഴുതിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാലോചിക്കേണ്ടത്. ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ 1000 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. വെൻ ദ ക്രെഡിറ്റ് സെയിൽ ഹാപ്പൻഡ്. സോ ക്രെഡിറ്റ് സെയിൽ നടന്നപ്പോൾ ബീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞ് 1000 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ക്യാഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ എത്രയേ കിട്ടുന്നുള്ളൂ, 950 കിട്ടുന്നുള്ളൂ. പക്ഷേ എന്നാലും ഇനി ബി ഒന്നും തരണ്ട. ഓക്കെ, ബി തരാനുള്ളതൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബീനെ ഫുൾ എമൗണ്ടിനും ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ. ബിക്ക് 1000 റുപ്പീസിൻ്റെ ഡെബിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ബിക്ക് 1000 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് കൊടുത്താലേ ഉള്ളൂ ബിയുടെ സംഭവം അവിടെ
അവസാനിക്കുകയുള്ളൂ. ഓക്കെ, സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 950, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 50 to B's account 1000. This is a very very important entry. Make sure that you understand it. I can go on explaining if you don't understand. ഇപ്പോൾ സമയം കൂട്ടാതിരിക്കാനായിട്ട് മാത്രമാണ് ഞാൻ നിർത്തുന്നത്. Please do make sure that you have understood this. Cash account debtor, discount allowed account debtor to be for the whole amount. Okay, ഇനി ബിയുടെ ബുക്കിൽ എന്തായിരിക്കും എഴുതുക? ബിയുടെ ബുക്കിൽ നമ്മൾ ഓൾറെഡി എഴുതിയിരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു എ എന്നാണ് അല്ലേ. ഇനി എനെ നമ്മുടെ ആ ക്രെഡിറ്റ് കൊടുത്തേക്കുന്നതിന് മുഴുവൻ അങ്ങ് കളയണം. എക്ക് ഞാൻ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു തീർത്തു എന്നാണ് ഇനി ബി എഴുതേണ്ടത്. സോ എനെ എത്ര രൂപയ്ക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യണം? എസ് അക്കൗണ്ട് ഡെറ്റർ 1000. എക്ക് ഫുള്ളും കൊടുത്തു എന്നാണ് പറയാം, മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ദാറ്റ് അക്കൗണ്ട് ഈസ് ഗെറ്റിംഗ് സെറ്റിൽഡ് ഓവർ ദെയർ. ഓക്കെ, സോറി, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എസ് അക്കൗണ്ട് ഡെറ്റർ ഓക്കെ, നിങ്ങൾ സംഭവമൊക്കെ നമുക്ക് മനസ്സിലാക്കിയോ. എൻട്രി ഇൻ ബീസ് ബുക്സിൽ എഴുതുന്നത്, ബിയുടെ ബുക്കിൽ എഴുതുന്നത് എ ബിയുടെ ക്രെഡിറ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനെ ഡെബിറ്റ് ചെയ്യാണ്. അങ്ങനെയൊന്നും ഓർക്കേണ്ട, പേയ്മെൻറ്റ് നടത്തുമ്പോൾ എ ആണല്ലോ ഇവിടെ റെസിപ്പിയൻറ്റ്. ബിയുടെ ബുക്കിൽ എ റിസീവ്സ് ദ ക്യാഷ്, സോ എ ഈസ് ടു ബി ഡെബിറ്റഡ് ഫോർ ₹1000 ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് എത്രയേ ബിക്ക് പോകുന്നുള്ളൂ? ശരിക്കും പറഞ്ഞാൽ 950 പോകുന്നുള്ളൂ. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 50. ഇവിടെ 1000 ഡെബിറ്റ് കോളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കോളത്തിലും 1000 വരണം, നിങ്ങൾക്കറിയാം അല്ലേ. 950 വന്നാൽ പോരാ, അത് പ്രത്യേകം ഓർക്കണേ. The same amount has to be recorded for an entry in debit and credit columns. So for cash account ആയിട്ട് 950 ഉള്ളൂ, 50 is discount received. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ സെല്ലർ, ഒരാൾ പർച്ചേസർ. സെല്ലർ ഈസ് ദ ക്രെഡിറ്റർ, പർച്ചേസർ ഈസ് ദ ഡെറ്റർ. സെല്ലർ ഗ്രാൻസ് ദ ഡിസ്കൗണ്ട്. ഓക്കെ, സെല്ലറാണ് ഡിസ്കൗണ്ട് തന്നത്, അതുകൊണ്ട് സെല്ലറിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണ്, അതൊരു ഡെബിറ്റ് ഐറ്റമാണ്. കണ്ടല്ലോ, കാണാൻ പഠിച്ചു വയ്ക്കേണ്ടത് മാത്രം വേണ്ട, എൻട്രിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് ഈസ് ദ പർച്ചേസർ. ബി എന്ന് പറയുന്ന പർച്ചേസറാണ്. പർച്ചേസറിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അതൊരു ക്രെഡിറ്റ് ഐറ്റമാണ്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഡിസ്കൗണ്ട് അലൗഡ് ഈസ് ആൻ എക്സ്പെൻസ്. ആർക്ക? Expense to the seller, it is a debit aspect. Discount received an income, arka? To the buyer, it is a credit aspect. Okay, so ഇത്രയും കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക. ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് കുറച്ച് സമയം കൂടി പോയിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ക്ലാസ്സിലാണെങ്കിൽ ഒരുപാട് സമയം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.